ബത്തേരി ഗൂഡല്ലൂർ ഹൈവേയിൽ നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണം. കാറിന്റെ ബോണറ്റിൽ കാൽ കുത്തിയ ആന കൊമ്പ് കൊണ്ട് മുൻവശത്തെ ഗ്ലാസ് കുത്തിത്തകർത്തു. ലോകകപ്പ് മത്സരം കണ്ട് മടങ്ങുകയായിരുന്ന 3 അംഗ സംഘത്തെയാണ് കാട്ടാന ആക്രമിച്ചത്. ജോഷില ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജോഷില, ഏതാണ്ട് 12ഓളം ആനകളാണ് റോഡിൽ നിലയുറപ്പിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ എന്തെല്ലാമാണ്? ആർക്കും പരിക്കുകളൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? സിന്ധൂരി, ബത്തേരി ഗൂഡല്ലൂർ ഹൈവേയിൽ നൂൽപ്പുഴയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ആക്രമണം ഉണ്ടായത്. ലോകകപ്പ് മത്സരം കണ്ട് മടങ്ങുകയായിരുന്ന 3 അംഗ സംഘത്തെയാണ് കാട്ടാന ആക്രമിച്ചത്. റോഡിൽ 12ഓളം ആനകൾ നിലയുറപ്പിച്ചിരുന്നു. കാറിന്റെ ബോണറ്റിൽ കാൽ കുത്തിയ ആന കൊമ്പ് കൊണ്ട് മുൻവശത്തെ ഗ്ലാസ് കുത്തി തകർത്തു. ആനയുടെ കൊമ്പ് കാറിന്റെ സ്റ്റിയറിംഗ് വരെ എത്തിയെന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. ഇന്നലെ പുലർച്ചെയാണ് സംഭവം നടന്നിട്ടുള്ളത്. മറ്റ് ആളുകൾക്കൊന്നും പരിക്ക് ഏറ്റിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സിന്ധൂരി, ജോഷില, ഈ കാട്ടാന ഭീതിയുള്ള മേഖല തന്നെയാണോ ഇത്? ഇപ്പൊ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. ഈ ആനക്കൂട്ടത്തെ തുരത്താൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായും സിന്ധൂരി, ബത്തേരി ഗൂഡല്ലൂർ ഹൈവേ ആന കൂട്ടം ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ്. നൂൽപ്പുഴയിൽ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കാട്ടാനകൾ ഇറങ്ങി വരുന്നുണ്ട്. അത് മാത്രമല്ല, വയനാട് ജില്ലയിൽ പല ഭാഗങ്ങളിലും ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ 1 മാസക്കാലമായി ആനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചക്കയടക്കമുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലടക്കം കാട്ടാന ശല്യം രൂക്ഷമായ ഒരു സാഹചര്യം ഇപ്പോൾ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. ഇത് നടന്നിട്ടുള്ളത് ബത്തേരി ഗൂഡല്ലൂർ ഹൈവേയിലാണ്. ലോകകപ്പ് മത്സരം കണ്ട് മടങ്ങുകയായിരുന്ന 3 അംഗ സംഘത്തെയാണ് കാട്ടാന ആക്രമിച്ചിട്ടുള്ളത്. ഫെൻസിങ് അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഈ ഭാഗങ്ങളിലില്ലേ? കാരണം ഹൈവേ കൂടിയാണല്ലോ. സിന്ധൂരി, ഇത് ബത്തേരി ഗൂഡല്ലൂർ ഹൈവേയിലാണ്. ആ ഭാഗങ്ങളിൽ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാട്ടാനകൾ ഇറങ്ങുന്ന വനപ്രദേശത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഭാഗം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ജനവാസ മേഖലയാണ്. വ്യക്തമാണ് ജോഷില. എന്തായാലും ബത്തേരി ഗൂഡല്ലൂർ ഹൈവേയിലാണ് ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ലോകകപ്പ് കണ്ട് മടങ്ങിയിരുന്ന ആളുകൾ സഞ്ചരിച്ച കാറിന് നേരെയായിരുന്നു ആക്രമണം.